സ്റ്റാർട്ടപ്പുകളെ വളർത്തുന്നതിനും സ്റ്റാർട്ടപ്പ് മേഖലയാകെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ ഫലപ്രദമായി തന്നെ കൈക്കൊള്ളുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം സംസ്ഥാനം രൂപീകരിച്ചു. ഇവയെല്ലാം തന്നെ നല്ല നിരക്കുള്ള ഫലമുണ്ടാക്കി എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെയുള്ള 300 ഇന്ന് 6400 മാറിയത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ഇവിടെ ഒരു കാര്യം ശരിയാണ്, ദീർഘകാലത്തെ ഒരു സ്വപ്നമാണിത്. തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം. ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 2021 2016-21 കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ്. ഞങ്ങളെല്ലാം അറിയിക്കേണ്ടത് അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും, ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് ഇറങ്ങി വന്നത്. കേരള ജനതയെയും രാഷ്ട്രീയത്തെയും പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് ഇരു നേതാക്കളുടെയും പ്രതികരണം സാമ്പിളായി എടുത്തത്. 10 വർഷത്തെ ഭരണം പൂർത്തിയാവുകയാണ്. കേന്ദ്രം തീർത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിബന്ധങ്ങളെ ഭേദിച്ച് സമാനതകളില്ലാത്ത വികസന ക്ഷേമ മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയ 10 വർഷങ്ങൾ. RSS പ്രത്യയശാസ്ത്രത്തിലൂന്നിയുള്ള മോദിയുടെ രാജ്യഭരണത്തിൻ കീഴിൽ ശരിയായ ബദൽ എന്തെന്ന് കാട്ടിത്തന്ന 10 വർഷങ്ങൾ. PM ശ്രീക്കോ മാധ്യമങ്ങളെ ആശ്രയിച്ച് പ്രതിപക്ഷം പാടി നടന്ന പരദൂഷണ രാഷ്ട്രീയത്തിനോ എത്തിപ്പിടിക്കാനാവാത്ത അത്ര വലിപ്പത്തിലും മികവിലുമാണ് ആ 10 വർഷങ്ങൾ. ദില്ലി ജന്തർ മന്ദറിൽ സമരം ചെയ്തും സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തും ഗവർണർ കളികളെ നേർക്കുനേർ മുട്ടിയും പറയുന്നത് ചെയ്തും ചെയ്യുന്നത് പറഞ്ഞും മലയാളിയുടെ ബോധ്യങ്ങളായി മാറിയ 10 വർഷങ്ങൾ. ശമ്പളവും പെൻഷനും കൊടുത്താൽ കാലിയാവുന്ന കേരളത്തിൻ്റെ പഴയ ഖജനാവല്ല ഇന്ന്. കിഫ്ബി എന്ന സാധ്യതയെ മികവോടെ വൈദഗ്ധ്യത്തോടെ ഉപയോഗിച്ച 10 വർഷങ്ങൾ. 90,562 കോടിയുടെ 1190 പദ്ധതികൾ. പുതുതലമുറയുടെ അഭിരുചികൾ കൂടി ഉൾക്കൊണ്ടുള്ള കേരളത്തിൻ്റെ മാറ്റം. പാലാരിവട്ടം പാലം പോലെയുള്ള പൊളിറ്റിക്കൽ കറപ്ഷൻ ഇല്ലാതെ പടുത്തുയർത്തിയ ആധുനിക കേരളം. ക്ഷേമ പെൻഷൻ 600-ൽ നിന്നും 1600 കാലം. 60 ലക്ഷം വയോജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ക്ഷേമ പെൻഷൻ. അതിദരിദ്രർ ഇല്ലാത്ത നാടായി കേരളം മാറുമ്പോൾ ഇതര ഭാഷകളിലെ മാധ്യമങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെ അത് നൽകുന്നു. എന്നാൽ ഇതൊന്നും ഒരു പ്രത്യേക വികാരവും ജനിപ്പിക്കാതെ മുന്നോട്ടു പോകുന്ന പ്രതിപക്ഷത്തിരുന്ന് നൽകിയ വാഗ്ദാനം പോലും പാലിക്കാനാവാത്തതിൻ്റെ ആക്ഷേപം വേറെ. പല കാലങ്ങളിൽ വാഗ്ദാനം ചെയ്ത 1000 വീടും 500 വീടും 100 വീടും 30 വീടും ഇന്നും വാഗ്ദാനം മാത്രം. പണിതീരാത്ത വീടുകൾ പോലെ തന്നെയാണ് അവരുടെ പുനഃസംഘടനയും. ഒരു കാലത്തും തീരില്ല, അതുകൊണ്ട് തന്നെ അടിയും. അടുത്ത 5 വർഷം എങ്ങനെയാവണം എന്ന് രൂപപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിഷൻ 2031 ഭരണമുന്നണി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും ലീഗും അടങ്ങിയ UDF അഴിമതിയും സംഘടനാ പോരുമായി പ്രതിസന്ധികളിലകപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. ഞാൻ ആദ്യം ശ്രീ സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി വേണു, നമ്മൾ തുടക്കത്തിൽ കണ്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ പറയുന്നത് ഇന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. അതായത് ഏതാണ്ട് 4 പതിറ്റാണ്ടിൻ്റെ തൃശ്ശൂരിൻ്റെ അടക്കം ഒരു വലിയ ആഗ്രഹ സബലീകരണമാണ് നടപ്പായത്. അദ്ദേഹം പറഞ്ഞത് അത് തുടർഭരണത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ് എന്ന് പറയുന്ന നിലയിലൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. രാവിലെ ഈ വിഷൻ 2031 ഭാഗമായി IT മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ സ്റ്റാർട്ടപ്പ് സംവിധാനം ഒരു മികച്ച സംസ്കാരമായി രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതായി
മാറിയതായി, കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംവിധാനം മാറിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. 300-ൽ നിന്ന് 6400-ലേക്ക് വളരാൻ കഴിഞ്ഞത് ഈ 10 വർഷക്കാലം കൊണ്ടുണ്ടായ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതും വിശദീകരിച്ചു. മറുഭാഗത്ത് ഇന്നിപ്പോൾ വൈകുന്നേരം ദീപാദാസ് മുൻഷി ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളെയും നിർത്തി ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ, നേതാക്കൾക്കിടയിലെ എല്ലാ അനൈക്യവും മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു. കെ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിലെ നേതാക്കളുടേതാണ് അനൈക്യം, അങ്ങനെ വന്നാൽ ഇനിയും വെള്ളത്തിലാകും. ഇതൊരു വലിയ താരതമ്യമല്ലേ ജനങ്ങൾക്കിടയിൽ? ഒരു താരതമ്യം കൂടെ നടത്താനുണ്ടായിരുന്നു ശരത്തെ. 48 മണിക്കൂർ മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതെന്ത് സർക്കാർ എന്നാ ചോദിച്ചത്. അതും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്യണമല്ലോ. തൃശ്ശൂരിൽ സുവോളജിക്കൽ പാർക്ക് തുടങ്ങുമ്പോൾ തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയിൽ അമിതമായ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഒരു വിദ്യാർത്ഥി പഠനം നിർത്തിപ്പോകുന്നത് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളും വിഷ്വൽ ആൻഡ് ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് വർത്തമാനകാല കേരളം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ ഒരുപാട് വാചാലമായിട്ട് സംസാരിക്കുന്നു. നമുക്ക് ആ കാര്യത്തിൽ കുഴപ്പമില്ല. തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ശസ്ത്രക്രിയയ്ക്ക് കൊടുത്ത ഉപകരണങ്ങൾ അതിന്റെ പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഉപകരണം സപ്ലൈ ചെയ്തവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ മന്ത്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർക്ക് സർക്കാരിന്റെ ആശുപത്രിയിൽ കയറാനായിട്ട് ആരാണ് സ്വാതന്ത്ര്യം കൊടുത്തത്? പക്ഷെ അവർ ഉടമകളായി പോയല്ലോ, അത് എടുത്തുകൊണ്ട് പോകാൻ അല്ലാതെ അവർക്ക് മറ്റു മാർഗം ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് സ്റ്റാർട്ടപ്പ് സംരംഭത്തെക്കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ RSSന്റെ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ അതും കൂടി ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യണമല്ലോ. SFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ വാചാലനായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ദേശീയ വിദ്യാഭ്യാസ നയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന്. അപ്പോ നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നാളെ ഇപ്പം മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അങ്ങ് ഞങ്ങളുടെ അനൈക്യത്തെക്കുറിച്ചൊക്കെ ചേരുന്നു. 4 മന്ത്രിമാര് നാളെ ആ മന്ത്രിസഭാ യോഗത്തിൽ ചേരുമോ എന്നുള്ളത് നാളെ നേരം വെളുത്തതിന് ശേഷം മാത്രമേ, നാളെ ഏതായാലും ചേരാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ RSSന്റെ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഒളിച്ചു കടത്തുന്നതും എങ്ങനെയാണ് കേരളത്തിൽ എത്തിച്ചേരുന്നതും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും കേരളത്തെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വികസനത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുമ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. 120 സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാര് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പുതുതായി അവർക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം, ഞങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ ആകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറിപ്പോകുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വാക്കോടെ അതിദരിദ്രരില്ലാത്ത ഒരു കേരളം പ്രഖ്യാപിക്കുമ്പോൾ 7000 രൂപ ശമ്പളത്തിൽ പ്രതിമാസം 1 കിലോ ബീഫിന്റെ വില 400 രൂപയാണ് ഇന്ന് കേരളത്തിൽ. അത് മേടിച്ച് തങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഒരു ദിവസത്തെ ശമ്പളം തികയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാര് അവർ തിരുവനന്തപുരത്ത് ഈ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുമ്പോൾ മാസം എത്രയായി എന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് കേരളത്തിൽ. അങ്ങനെയും ഒരു മറുവശം കേരളത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ തമ്മിത്തലിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. റിയാലിറ്റിയാണ്, അതാർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്നാണോ സേനാപതി വേണു ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞങ്ങൾക്കത് ശീലമായി എന്നാണെങ്കിലും ഓക്കെ ആയിക്കോ, നമുക്കത് പുറകെ വരാം. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ശ്രീ അരുൺകുമാറിലേക്ക് വരാം. ശ്രീ അരുൺ, ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തെ ഭരണം, തുടർ ഭരണം, അത് മലയാളിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ആ കാലയളവിലൂടെ കടന്നുപോയപ്പോൾ കേരളം എങ്ങനെ മാറി എന്നതിനെ സംബന്ധിച്ച് ഈ കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ, ഉറപ്പുകൊടുത്ത കാര്യങ്ങൾ, അത് പൂർത്തീകരിച്ചതിൻ്റെ കണക്കുകളും രേഖകളും വിവരങ്ങളും വെച്ചാണ്. അപ്പോൾ ആ നിലയിലൊരു വിപുലമായ താരതമ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ശ്രീ സേനാപതി വേണുവിനോട് സംസാരിച്ചത്. പക്ഷേ സേനാപതി വേണു വളരെ സ്വാഭാവികമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ അദ്ദേഹം സമീപകാലത്തെ ചില ഭരണമുന്നണിക്കകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി കരുതാവുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ CPM-CPI തർക്കം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാവുന്ന ഒരു രാഷ്ട്രീയ പരിസരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അങ്ങും ചെറിയ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആശമാരുടെ കാര്യത്തിൽ 7000 മാസ ശമ്പളം എന്ന് പറഞ്ഞൊക്കെ താങ്കൾ കേട്ടല്ലോ. ഈ താരതമ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തുടർഭരണത്തിൻ്റെ ഒരു 10 വർഷത്തെ നിങ്ങൾ ഷോക്കേസ് ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചെക്ക് വെക്കാൻ, ഒരു പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുമോ? താങ്കളുടെ മറുപടി എന്താണ്? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ 14 ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുമായിട്ട് സംവദിച്ചിട്ടാണ്, അവരുടെ നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയിട്ടാണ് ഒരു പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. 600 കാര്യങ്ങളായിരുന്നു ആ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്.
ആ പ്രകടന പത്രിക ജനങ്ങൾ അംഗീകരിച്ചു. 91 സീറ്റോടെ സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. ആ പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ഒരു ഭാഗത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടി. ആദ്യം നിപ വൈറസ് കോഴിക്കോട്, രണ്ടാമത് കൊല്ലം തിരുവനന്തപുരം ഓഖി ദുരന്തം, മൂന്നാമത് നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എന്നിങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ. മറുഭാഗത്താണെങ്കിൽ CBI, NIA, ED, കസ്റ്റംസ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയെന്ന ആരോപണം, ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയെന്ന ആരോപണം, ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയെന്ന ആരോപണം, വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും വന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാതിരിക്കാൻ നടത്തിയ അന്വേഷണ കോലാഹലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനിടയിലും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി അത് പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് പുറത്തിറക്കി ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്, ചെയ്ത് പൂർത്തീകരിച്ച കാര്യങ്ങൾ ഇന്നത് എന്ന്. അങ്ങനെ ഭൂരിഭാഗം കാര്യങ്ങളും പൂർത്തീകരിച്ചപ്പോഴാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ആ സമയത്തും ഇതുപോലെ 14 ജില്ലകളിലും സഞ്ചരിച്ച് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പുതിയ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. അതിൽ 900 കാര്യങ്ങളാണ് ഉൾപ്പെട്ടത്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് 2025 മെയ് മാസം 23 പുറത്തിറങ്ങുമ്പോൾ ആ 900-ൽ 739 കാര്യങ്ങളും പൂർത്തീകരിച്ചു. ബാക്കി കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ നമുക്കറിയാം, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളം കാണുകയാണ്. UDFിൻ്റെ കാലത്ത് ഉപേക്ഷിച്ചു പോയ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അതുപോലെ തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, 50,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, അതുപോലെ ആരോഗ്യരംഗത്ത് ഏറ്റവും പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത്, നിരവധി റോഡുകൾ, മേൽപ്പാലങ്ങൾ, അതുപോലെ വികസനം എന്തെന്നറിഞ്ഞ ഒരു 10 വർഷം നമ്മൾ കാണുകയാണ്. ഒന്നും നടക്കില്ല ഈ കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചവർ തന്നെ കൃത്യമായി മാറ്റി പറയുന്നു. എല്ലാ തരത്തിലും വികസനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് നാം കാണുകയാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ നിരവധി ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ആദ്യം ഇൻഫോ പാർക്കിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ഉദ്ഘാടനം. അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഏറ്റവും പുതിയ IT സ്പേസ് പദ്ധതിയായ iBuy ഇൻഫോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 40 വർഷമായി തൃശ്ശൂരിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന ഏഷ്യയിലെ തന്നെ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഇടപെടൽ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി 195,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ കൃത്യമായി വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഈ 4 മാസത്തിനുള്ളിൽ 31,429 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ ഇവിടെ വന്നിരിക്കുന്നു, നടപ്പായിരിക്കുന്നു എന്നുള്ളത് എത്ര പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അതുപോലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയുടെ ഭാഗമായി കളമശ്ശേരിയിൽ 600 കോടി രൂപയുള്ള ലോജിസ്റ്റിക് പാർക്ക് മുഖ്യമന്ത്രി തറക്കല്ലിട്ടിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ പ്രൊഫഷണൽ ശക്തിയുള്ള തൊഴിലാളികളുടെ, പ്രൊഫഷണൽ ശക്തിയുള്ളവരുടെ ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് മാത്രമല്ല 172% അത് ഉയർന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന പല പ്രൊഫഷണലുകളും കൂടുതൽ ശമ്പളവും കൂടുതൽ ആനുകൂല്യവും കൂടുതൽ പരിഗണനയും കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഏറ്റവും അവസാനം കളമശ്ശേരിയിൽ 27 ഏക്കർ ഏറ്റെടുത്ത് 1000 കോടി രൂപയുടെ ജുഡീഷ്യൽ സിറ്റി മുതൽ ലുലു ടവറിന്റെ പുതിയ സംരംഭങ്ങളടക്കം, ഫുഡ് പാർക്കുകൾ അടക്കം ആ വികസന രേഖ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ നാട് കഴിഞ്ഞ 10 കൊല്ലമായി എത്രയധികം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ക്യാമ്പസിനോട് ചേർന്ന എല്ലാം ക്യാമ്പസ് ഇൻഡസ്ട്രികളായിട്ട് മാറി. ഫൈനൽ ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ ദാതാക്കളാണ്. ഒരു 15-20 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായി നമ്മുടെ ചെറുപ്പക്കാരികളും എല്ലാം മാറുകയാണ്. വീട്ടമ്മമാർ, വീട്ടുജോലി മാത്രം എടുത്തിരുന്ന വീട്ടമ്മമാരും വിവിധ മേഖലകളിൽ സോഫ്റ്റ് സ്കില്ലും അതുപോലെ ലോങ് സ്കില്ലും എല്ലാം നേടി വൈദഗ്ധ്യമുള്ളവരായി മാറി, ജോലി ചെയ്യാൻ കഴിവുള്ളവരായി, അതിന് മനസ്സുള്ളവരായി മാറുകയാണ്. അങ്ങനെ പല രീതിയിൽ വരുമാനം ആർജിക്കാൻ കഴിയുന്നവരായി കേരളത്തിലെ ജനത മുഴുവൻ മാറുന്ന കാഴ്ച നാം കാണുകയാണ്. ഈ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കേരളത്തിലെ LDF ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലുമെല്ലാം ഒന്നാമതെത്തി സമാനതകളായി ഇല്ലാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ UDF എന്താ പരസ്പരമുള്ള തല്ലും. ഒരു കാര്യം നമുക്ക് ഏതായാലും ഇതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അരുൺ ഇനിയും പറഞ്ഞേക്കാം, പോകേണ്ടതായി വന്നേക്കാം. വരട്ടെ, ഇവിടെ സേനാപതി വേണു ഈ സമീപകാലത്തെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിനോയ് വെച്ച് ചോദിച്ചു, ഇതെന്ത് സർക്കാരാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ? നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുമോ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് കേട്ടല്ലോ. ആശമാരുടെ 7,000 രൂപ എന്നുള്ള അവസ്ഥ വെച്ചുകൊണ്ടാണ്
ദരിദ്രരില്ലാത്ത കേരളം എന്ന ഒരു ചുവടുവെപ്പിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് കേരളം പോകുമ്പോൾ അതിനെ എതിർക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഒരു മറുപടിയും വിശദീകരണം അതിലുണ്ടെങ്കിൽ? യെസ്, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ഈ PM ശ്രീ പദ്ധതി ആദ്യമായി രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2022 സെപ്റ്റംബറിലാണ്. അവസാനം ഒക്ടോബറിൽ തന്നെ 2022 ഒക്ടോബറിൽ തന്നെ കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ അത് നടപ്പാക്കി. അതുമാത്രമല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതിനു മുമ്പ് തന്നെ രാജസ്ഥാനിൽ നടപ്പാക്കി. ഏറ്റവും ആദ്യം ഇത് നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റായി കോൺഗ്രസ് ഗവൺമെന്റ് മാറി. അതുപോലെ തന്നെ 2023 ജനുവരിയിൽ ഛത്തീസ്ഗഡിൽ, അതുപോലെ 2023 ഡിസംബർ 7 തെലങ്കാനയിൽ, അതുപോലെ തന്നെ കർണാടകത്തിൽ 2021 മെയ് 2020 ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ കോൺഗ്രസ് ഗവൺമെന്റും ആ പദ്ധതി നടപ്പാക്കുകയും അതിന്റെ ആനുകൂല്യം മേടിക്കുകയും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ കേരളത്തിൽ മാത്രം ഇത് സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ യുക്തി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എല്ലാ വൻകിട വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും, കേന്ദ്ര പദ്ധതിയുടെ കാര്യത്തിലും, സാമൂഹ്യ വികസന സൂചികയുടെ കാര്യത്തിലും, ക്ഷേമ പദ്ധതിയുടെ കാര്യത്തിലുമെല്ലാം കേരളത്തിനൊന്നും കൊടുക്കരുത്, കേരളത്തിനൊന്നും കിട്ടരുത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസത്തെ അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും, അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത, നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിച്ച അതേ ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല മനസ്സിനുടമയാണ്, 5 വർഷം കൂടി അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം 10ഓളം കക്ഷികളുണ്ട്, പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്താൻ അധികാരമുണ്ട്. പക്ഷെ മുന്നണി എന്ന രൂപത്തിൽ അത് ചുറ്റും ഇരുന്ന് പരിഹരിച്ചാൽ അത് ഒറ്റ അഭിപ്രായം എന്ന രൂപത്തിൽ പോകും. അതുകൊണ്ട് ഇപ്പൊ ഈ കാണുന്ന സാഹചര്യങ്ങൾ കൊണ്ടൊന്നും വെള്ളം കോരാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കേണ്ടതില്ല. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തുടരാനുള്ള സാധ്യതകളെല്ലാം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വരാം അതിലേക്ക്. ലാൽകുമാർ, ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വിഷൻ 2031 എന്ന നിലയിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ചെറു സെമിനാറുകൾ സംഘടിപ്പിച്ച് ആ മേഖലകളിലേക്കുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയാണ്. അതായത് അടുത്ത 5 വർഷക്കാലത്തെ ഇതേ രീതിയാണ്. നേരത്തെ അരുൺ പറഞ്ഞ പോലെ 2016 കഴിഞ്ഞ് 21 പോകുമ്പോഴും 16-ലും 21-ലുമൊക്കെ 16-ൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, CPIMൻ്റെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മറ്റും CPIMൻ്റെ നേതാവ് എന്ന നിലയിൽ അത്തരം ആശയവിനിമയം നടത്തി. 21-ൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് സമാനമായ രീതിയിൽ വിഷൻ 2031 മുഖ്യമന്ത്രി ഇതാ മുന്നോട്ട് പോകുന്നു. ഹൈക്കമാൻഡ് എല്ലാ നേതാക്കളെയും വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ദീപാദാസ് മുൻഷി പറയുകയാണത് ഇവരെല്ലാവരും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അനയിക്കുമില്ല. ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ശശി തരൂർ തൊട്ടു പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീ കെ സുധാകരൻ രാവിലെ പറഞ്ഞു നേതാക്കൾക്കാണ് അനയിക്കം, നേതാക്കൾക്കിടയിലാണ് അനയിക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയാൽ വീണ്ടും വെള്ളത്തിലാകും എന്ന് പറയുന്ന സുധാകരൻ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ ഇത് ജനങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? വർത്തമാന ഈ രാഷ്ട്രീയത്തിൽ നിരന്തരം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഒരു താരതമ്യത്തിൻ്റെ ഒരു രീതി എങ്ങനെയാകാം? ഇത് എങ്ങനെ CPIMനെയും കോൺഗ്രസിനെയും ബാധിക്കും, സ്വാധീനിക്കും? ഒരു കാര്യം കൂടി, ഇപ്പോൾ മോദി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു. ആ ഒരു സാമ്പത്തിക ഞെരുക്കം മോദി സൃഷ്ടിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച ഈ ഞെരുക്കം എന്ന് പറയുന്ന പ്രശ്നം സാങ്കല്പികമാണ്. ഒരുപക്ഷെ UDF ആണ് ഭരിച്ചിരുന്നത് എങ്കിൽ UDF എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? പിണറായി സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എത്രമാത്രം റിസൾട്ട് ഉണ്ടായി എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സാങ്കല്പികമായിട്ടാണ്, UDF ആയിരുന്നു എങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? താരതമ്യം എങ്ങനെ ജനങ്ങൾ ഈ കാലയളവിനെക്കുറിച്ച് നടത്തും? ഒരുപാട് ചോദ്യങ്ങളാണ്. ഞാൻ ഓരോന്നോരോന്നേരം മറുപടി പറയാമെന്ന് വിചാരിക്കും. ഇവിടെ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിക്കുന്നത് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2031 എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അങ്ങനെ എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നണിയും കൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടത് എന്ന് വ്യക്തമായ ധാരണ ഉള്ള ഒരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ. അതിനെനിക്ക് സംശയമില്ല. കാര്യം പല ഘട്ടത്തിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പല കാര്യത്തിലും കുലുങ്ങാറില്ല. അദ്ദേഹം ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ആശയവ്യക്തതയുള്ള ഒരാൾ അപ്പുറത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സേനാപതി വേണു എൻ്റെ സുഹൃത്ത് ആണ്, അദ്ദേഹമായിട്ട് പല ഡിബേറ്റിലിരിക്കുന്നതാണ്. അവർക്ക് ഒരു ലീഡർഷിപ്പ്, നമ്മൾ നോക്കൂ, ആധുനിക ലോകം, പ്രത്യേകിച്ച് ആധുനിക ഇന്ത്യ നോക്കുന്നത് ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസാണ്.
അത് പ്രത്യേകിച്ച് ന്യൂ ഇയർ ജനറേഷൻ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ വളരെ വലിയ രീതിയിൽ വിലയിരുത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അതിന് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ഈ കൺമുന്നിൽ നിങ്ങളുടെ വികസനം വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു ഉദാഹരണമാണ്. ഞാൻ കവിയൂരുകാരനാണ്. കവിയൂർ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ ഞാൻ നേരത്തെ പോയതിൽ നിന്ന് എത്രയോ മാറ്റം വന്നിരിക്കുന്നു. അത് ഈ ആൾക്കാർക്ക് കാണുന്നവർക്ക് മനസ്സിലാകുകയാണ്. ആൾക്കാർ മെഡിസിൻ വാങ്ങിക്കാൻ വരുന്നു. അങ്ങനെ വളരെ ചീപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെയുള്ള വലിയ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ്. ഞാൻ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ കാണാനിടയായി. അപ്പം മേഡം എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം, മുഖ്യമന്ത്രി മലബാറിൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിങ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അത് പിറ്റേ ദിവസം കേരളത്തിലെ വാർത്ത അവിടെ ചേരില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് പൊളിഞ്ഞ് നാശമായി കിടന്ന ഒരു സംവിധാനത്തെ വലിയ രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് കേരളത്തിലെ വാർത്ത ആരോഗ്യരംഗം മോശമാണെന്ന് വീണ്ടും 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 പറയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ചേരില്ല എന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇവരിൽ നിന്ന് ഒരു കരുണയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എത്ര പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചാലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാർത്ത കൊടുക്കുകയായിരിക്കും നിങ്ങളുടെ ഒരു രീതി. കാര്യം അത് നിങ്ങൾ മുൻ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് നിങ്ങളോട് ഒരു അമിതമായ താല്പര്യവും ഈ കാര്യത്തിൽ കാണും, നിങ്ങൾക്കെതിരെ കൊടുക്കുന്നതിൽ. പക്ഷേ എത്ര ഇവിടെ നോക്കൂ, സേനാപതി വേണു പറഞ്ഞ ആരോഗ്യരംഗത്തെക്കുറിച്ച് അതില്ല ഇതില്ല. ആരോഗ്യരംഗത്തെ വിലയിരുത്തുന്നത് എക്സെപ്ഷൻ വെച്ചിട്ടല്ല. നോക്കൂ, ഏത് സംസ്ഥാനത്ത് ഏത് രാജ്യത്ത് എടുത്താലും നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ഫെയിലിയേഴ്സ് കാണിക്കാൻ പറ്റും. അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അതൊരു പെർഫെക്റ്റ് പോകുന്നവർക്കെല്ലാം ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ചികിത്സയ്ക്ക് വളരെ നല്ല എൻവയോൺമെൻറ്റിൽ അവർക്ക് ചികിത്സ നടത്തണം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായി എഗ്രി ചെയ്യും. നമ്മൾ എവിടെ നിൽക്കുന്നു, അതിൽ നിന്ന് എത്ര പ്രോഗ്രസ് വഹിക്കുന്നു. ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ പോലൊരു ഹോസ്പിറ്റൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കമ്പാരിസനാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതൊരു മോശമായ കമ്പാരിസനായി പോകും. നമ്മൾ എവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് എത്ര മുന്നോട്ട് യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വലിയ എഫേർട്ട് ഈ കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് വളരെ എനർജി മൊത്തം ഹാർനസ് ചെയ്ത് തന്നെ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തിൽ എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി. ആരോഗ്യരംഗത്ത് നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജുകളിൽ, മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ നേരത്തെ പോയിട്ടുള്ളവരെയാണോ ഇപ്പോൾ പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് അതിൽ മോശമായിട്ടാണ് സാഹചര്യമെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. പക്ഷേ ഞാൻ 100% അത് ഞാൻ അത്രയും ശക്തിയോടുകൂടി പറയുന്നതിന് കാരണം എന്താ, എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് യാത്ര മുന്നോട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു കേസ് എടുത്ത് ആ എക്സെപ്ഷൻ ഈസ് നോട്ട് എ ജനറൽ റൂൾ എന്ന് തന്നെ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. നിങ്ങൾ എപ്പോഴും എക്സെപ്ഷൻ എടുക്കുക, പ്രതിപക്ഷ എക്സെപ്ഷൻ എടുക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്ലോട്ട് ചെയ്തിട്ട് അവർ പറയും ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കാണിക്കാൻ ഒരു നറേറ്റീവ് അവരെപ്പോഴും മുന്നോട്ട് വെക്കും. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യവും അവരുടെ ജോലിയും ഇതാണ്. ആ എക്സെപ്ഷനൂടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമമായിരിക്കണം ഭരണപക്ഷം നടത്തുന്നത്. പക്ഷേ എക്സെപ്ഷനിൽ നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്നതെന്നുള്ള ഒരു നറേറ്റീവിനോട് അത് ജനം തന്നെ യോജിക്കുമെന്ന് തോന്നില്ല. അങ്ങനെ ഒരു റോങ് നറേറ്റീവിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവർ പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാത്തത്. നോക്കൂ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞ അവരുടെ ലീഡർഷിപ്പിന് ഇടയ്ക്ക് നിൽക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. അവർ പറയുന്നത് ഗൗരവത്തിൽ ജനം എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുന്നത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടെന്ന് ഇവർ വിചാരിക്കുന്നത് ഈ ബൈ ഇലക്ഷൻ റിസൾട്ടൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവർ പറയുന്നത് ഗൗരവത്തിൽ എടുക്കുന്നില്ല. അടുത്തൊരു വിഷയം, ഇവിടെ PM ശ്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിനെ കാണുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു അന്തരീക്ഷമാണ്. ഒരു വിഷയം ഉണ്ടായാൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ്, അപ്പോൾ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അക്കൗണ്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാര്യത്തിൽ. ഇപ്പം CPIന് വീക്ക്നെസ് ഉണ്ടോ, CPIക്ക് വീക്ക്നെസ് ഉണ്ടോ, LDFന് വീക്ക്നെസ് ഉണ്ടോ, LDF പറഞ്ഞ കാര്യങ്ങൾ നടത്താതിരുന്നിട്ടുണ്ടോ, മുഖ്യമന്ത്രി ഇത്രയും നാളിരുന്ന് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിനുണ്ടായ ഇമേജ് ഡിക്ലൈൻ ഉണ്ടോ, ഇതെല്ലാ കാര്യങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിശോധിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത് അപ്പുറത്തും ബാധകമാണ്.
ഇതപ്പുറത്തും ഞാൻ പറഞ്ഞത് ഒരു ഫാക്ടർ നോക്കിയോ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്ത പോസിറ്റീവ് വെച്ചിട്ടാണ് ആ വെയിങ് സ്കെയിലിൽ നമ്മൾ കാര്യങ്ങൾ വെക്കുന്നത്. ആ വെയിങ് സ്കെയിലിൽ വെക്കുമ്പം എനിക്ക് ഒരു സംശയവുമില്ല, ഈ പറയുന്ന വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ച് ആ തട്ടിലിരുന്നാലും പിണറായി വിജയന്റെ സ്കെയിൽ താഴെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കഴിഞ്ഞ നമ്മൾ കേരളം കെ.സി. വേണുഗോപാൽ ഇരിക്കാനുള്ള സ്ഥലമില്ല. കാര്യം ഇവർ രണ്ടും കൂടി ഇരുത്തത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ആ പൊളിറ്റിക്സിന് ഞാൻ പറയാം, അല്ലെ ഞാനിത് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അവിടെ ഒരു കാര്യം കൂടി ലാലിനോട് ഒന്ന് ചുരുക്കി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചതിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 21-26 കേരളം ഭരിച്ചിരുന്നത് UDF ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നൊരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ അത് ഞാൻ വ്യക്തമാക്കി തരാം. അത് ഞാൻ വെക്കാം. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം എടുത്താൽ ഈ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, ഒരു ഏറ്റവും ഹോസ്റ്റൈലായിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഈ സർക്കാർ നിന്നിട്ടുള്ളത്. പ്രതിപക്ഷം എന്നുള്ളത് വിടും, ഞാൻ പ്രതിപക്ഷത്തിൻ്റെ റോള് എല്ലായ്പ്പോഴും പ്രതിപക്ഷം ഹോസ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. ഗവർണർമാർ ഹോസ്റ്റൈലായിട്ട് നിൽക്കുന്നത് ഇതിനു മുമ്പ് ഈ സംസ്ഥാനത്ത് എന്നെ കേൾക്കുന്ന ജനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷം പറയാത്ത വിഷയങ്ങൾ പോലും ഗവർണർ പറയുകയും അവർക്ക് വേണ്ട ബില്ലുകൾ വൃത്തിയായി നിയമസഭ പാസ്സാക്കിയിട്ട് പോലും അത് നടപ്പാക്കാൻ സർക്കാരിന് പറ്റത്തില്ല. കാര്യം ഗവർണർ ആന്റഗണിസ്റ്റിക് പൊസിഷനിൽ എടുക്കുന്നതുകൊണ്ട്. ഇത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്ന കാലമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലിറങ്ങി വഴക്കുണ്ടാക്കുന്നതിന് നമ്മൾ എത്രയോ ചർച്ച നടത്തിയതാണ്. ഈ ആന്റഗണിസ്റ്റിക് പൊസിഷൻ എവിടുന്നാണ് വരുന്നത്? ഇത് നോക്കൂ, അമിത്ഷാ ഒരു മീറ്റിങ്ങിന് കൂടിയപ്പം, ഗവർണർമാരെ മീറ്റിംഗ് കൂടിയപ്പം സംസ്ഥാന ഭരണങ്ങളിൽ കൂടുതൽ ഇടപെടൂ എന്നാണ് ഗവർണർമാരോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ആരാണോ ഗവർണർ, അദ്ദേഹം ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റുമാണ്. ചീഫ് മിനിസ്റ്ററാണ് റിയൽ എക്സിക്യൂട്ടീവ്. അങ്ങനെ നിൽക്കുമ്പോഴും ആ നോമിനൽ ഹെഡിനോട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുക, നിങ്ങൾ ഗവർണർ വഴി ഇടപെടാൻ. എന്നുവെച്ചാൽ സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ ഒരു പിടിമുറുക്കാൻ, അതിപ്പോൾ സംസ്ഥാനത്ത് CPM എന്നല്ല, എല്ലാ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ കോൺഗ്രസ് ഈ പറയുന്ന ഗവർണറെ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ കൺമുന്നിൽ കാണുന്നതാണ്. അതുപോലെ മറ്റൊരു മാർഗമാണ് ഈ ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ടിരുന്നത്. നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തൊരു വിഷയമാണ് കിഫ്ബി വഴി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പദ്ധതികൾ സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവർ ചെയ്തെന്താ? അത് ബോറോയിങ്സിന്റെ കൂട്ടത്തിൽ കൊണ്ട് ഡെഫിസിറ്റിന്റെ ഭാഗത്തേക്ക് കൊണ്ട് തള്ളി. എന്നുവെച്ചാൽ നമ്മുടെ ബോറോയിങ്സ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോക്കൂ, ഏത് സർക്കാരും കയ്യിലിരിക്കുന്ന കാശ്, ബാങ്കിലിട്ടിരിക്കുന്ന കാശ് എടുത്ത് ചെലവാക്കിയല്ല ആൾക്കാരുടെ കാര്യം നടത്തുന്നത്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബോറോയിങ്സിൽ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കടമെടുത്ത് തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ കടമെടുപ്പിന്റെ പരിധി കൺട്രോൾ ചെയ്യുകയും നമുക്ക് കടമെടുക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഒന്ന്. അടുത്തത്, നമ്മൾ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന നീണ്ടുപോകുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ശരി, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും റിസൾട്ട് ഉണ്ടാക്കിയതുമാണ്. ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് UDF ആയിരുന്നെങ്കിലോ, അതാ നമ്മൾ ഇത് മാനേജ് ചെയ്യാനുള്ള എഫേർട്ട്, ഞാനതാ പറഞ്ഞത്. ഓക്കെ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു പെർഫെക്റ്റ് സിസ്റ്റം, അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ള കാര്യം ഞാൻ ആദ്യം മനസ്സിലായി. അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വിഷയമാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുള്ളവർ ആരുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചു. അതിനുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് മാനേജ് ചെയ്യാൻ പറ്റൂ. സെൻട്രൽ ഗവൺമെന്റ് വളരെ ശക്തമായി നിൽക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരം ഇങ്ങനെ ഈ പരുവത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്കൊട്ടും ചെറുതല്ല. മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. ഞാൻ വരാം, ലാലിലേക്ക് വരാം. ഇവിടെ ശ്രീ സേനാപതി വേണു, ലാലിലേക്ക് വരാം. സേനാപതി വേണു, ഇവിടെ താങ്കളൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു നിൽക്കുന്ന വാർത്തകളെ ആധാരമാക്കി, വിഷയത്തെ ആധാരമാക്കി, വാർത്തയാക്കേണ്ട വിഷയം തന്നെ ആയിക്കോട്ടെ, അതിപ്പോൾ LDF ചർച്ച ചെയ്തും പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനൊരു വലിയ ശ്രദ്ധയുണ്ടാകുന്നത് സ്വാഭാവികമാണ്, മാധ്യമങ്ങൾക്കും. അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു വിഷയം താങ്കൾ അവതരിപ്പിച്ചു. ഇതാ ഇപ്പോൾ അവിടുന്ന് അരുൺ അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിപക്ഷത്തെക്കുറിച്ച് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇപ്പോൾ ലാലു പറഞ്ഞതിലും നേരത്തെ അരുൺ പറഞ്ഞതിലുമുള്ളൊരു കാര്യമുണ്ട്. റോങ് നറേറ്റീവിൻ്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷം തുടർച്ചയായി പോകുന്നു. കിട്ടുന്നതെടുത്ത് പ്രയോഗിക്കുക, അതിൻ്റെ റിസൾട്ട് എന്താണ്, ആധികാരികത എന്താണ്, അതെവിടെ ചെന്ന് അവസാനിക്കുന്നു, ഇതൊരു വിഷയമല്ലാത്ത വിധമുള്ള ഒരു പ്രതിപക്ഷം എന്ന പ്രശ്നം. നോക്കൂ, കേരളത്തിൽ മുമ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പോൾ 1000 വീട് അനൗൺസ് ചെയ്യുന്നു, പിന്നീട് അത് 500 വീടാക്കുന്നു, അല്ലെങ്കിൽ അത് പിന്നീട് 100 വീടാക്കുന്നു, 30 വീടാക്കുന്നു. ഒരു വീട് പോലും കിട്ടാത്ത വിധത്തിലേക്ക് നിന്ന് ആ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു ഉദാഹരണം, ഇതേ കാലയളവിൽ
ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമപ്രവർത്തകൻ അവിടുത്തെ ആശുപത്രി സംവിധാനത്തെക്കുറിച്ച് MBBS പോലും ഇല്ലാത്ത ഒരാൾ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടുത്തെ അങ്കണവാടികളുടെ അവസ്ഥ, അവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വീടിൻ്റെ അവസ്ഥ, വീട് എന്ന് പറയാനൊന്നും ഇന്നിവിടെ കാണുന്ന ലൈഫിൽ കൊടുക്കുന്ന നല്ല ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും പരിസരത്ത് പോലും വരില്ല. എന്നിട്ട് അതിനേക്കാൾ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡും ഫിറ്റ് ചെയ്യണം എന്ന നിലയിലുള്ള ഇതൊക്കെ കേരളത്തിൽ കാണുന്ന ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലേക്കുള്ള പരിതാപകരമായ സ്ഥിതിയാണ്. ഈ താരതമ്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ റോങ് നറേറ്റീവിലേക്ക് വീണു പോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തതയില്ലാത്ത നേതൃത്വമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഹൈക്കമാൻഡിന് മുമ്പിൽ പ്രശ്നം തീർക്കാൻ നിൽക്കുന്നത്. അനൈക്യം എന്നതൊരു റിയാലിറ്റിയാണ്. പുനഃസംഘടന പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. സേനാപതി വേണു. ശരത്തെ, ഞങ്ങൾക്ക് നല്ല വ്യക്തതയും ക്രെഡിബിലിറ്റിയും ഉള്ള നേതൃത്വമായതുകൊണ്ടാണ് കേരളത്തിൽ 2021 ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ വലിയ മുന്നേറ്റം. ഏറ്റവും അവസാനം നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി രാഷ്ട്രീയ മാറ്റം നടത്തി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 6 ഇരട്ടി ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിച്ച് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ അവരുടെ എന്താ പറയുക കഴിവിനെ കുറിച്ചോ പ്രാപ്തിയെ കുറിച്ചോ ഒന്നും ഒരു ആശങ്കയില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ച വീടിന്റെ കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ 2000 വീട് CPM കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, കൊടുത്തില്ല. ഇപ്പം ഞങ്ങൾ 1000 വീട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണല്ലോ ആക്ഷേപം. സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ പ്രകൃതി ദുരന്തമുണ്ടായി കഴിഞ്ഞ ജൂലൈ 30 ആയപ്പോഴേക്കും 1 കൊല്ലമായി. ജൂലൈക്ക് ശേഷം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 1.5 കൊല്ലമാകെ. ഞാൻ ചോദിക്കുന്നു, സർക്കാർ എത്ര വീട് കൊടുത്തു? DYFI ഇവിടെ പിരിച്ചുവെന്ന് നിങ്ങൾ DYFI കൊടുത്ത് ഒരു വീട് നിങ്ങൾ കാണിച്ചതാ? സർക്കാരിന് പണം കൊടുത്തു എന്നല്ലേ? ഞങ്ങൾ സർക്കാരിനോട് പറയുന്നു, നിങ്ങൾ സ്ഥലം അവിടെ വയനാട്ടിലെ പ്രശ്നം എന്താ? അവിടെ ഭൂമിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിന് ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുന്നില്ല. 1.5 കൊല്ലമായില്ലേ? എങ്ങനെ പറ്റും? എന്നിട്ട് നിങ്ങളുടെ ഭൂമി എടുത്ത് 4 ഇരട്ടി വിലയ്ക്ക്, മാർക്കറ്റ് വിലയേക്കാൾ 4 ഇരട്ടി വിലയ്ക്ക് വലിയ കച്ചവടം നടത്തി, അതും തോട്ടഭൂമി ആയാൽ ആ പ്രശ്നം ഉണ്ടാവും. അതാണ് അതിലെ കുഴപ്പം. അതിന് സർക്കാരിനെ പഠിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ എവിടെ സ്ഥലം വാങ്ങിച്ചു? വയനാട്ടിൽ നിങ്ങൾ എവിടെ സ്ഥലം വാങ്ങിച്ചു? സ്ഥലം വാങ്ങിയിട്ടല്ലേ വീട് വെക്കുന്നത്, അല്ലാതെ ആകാശത്തോ അന്തരീക്ഷത്തിലോ അല്ലല്ലോ. സ്ഥലം വാങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ സ്ഥലം വാങ്ങിച്ചു. സർക്കാർ കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് സ്ഥലമെടുത്ത് അവിടെ പല തലങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ദൃശ്യങ്ങൾ വരുന്നു. ഞാൻ സമയം കളയുന്നില്ല, പറഞ്ഞു. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും വീട് പൂർത്തിയാക്കി കൊടുത്തില്ലല്ലോ സർക്കാർ. DYFI കൊടുത്ത വീടൊന്ന് പറഞ്ഞാൽ മതി. DYFI അതിന്റെ പണം കൃത്യമായി സർക്കാരിനെ ഏൽപ്പിച്ചെന്നേ. അവർ പറഞ്ഞതിലും അധികം വീട് കൊടുത്തു. അതിനുള്ള പണം അല്ലെന്നേ, സർക്കാരിന് പണം ഏൽപ്പിച്ചതല്ലോ. DYFI സർക്കാരിന് പണം ഏൽപ്പിക്കുമെന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ഇത്ര വീട് നിർമ്മിച്ച് നൽകുന്നല്ലേ പറഞ്ഞേ? ആർക്കാ വീട് നിർമ്മിച്ച് നൽകി? ശരിയായ നിരീക്ഷണമായി എനിക്ക് തോന്നുന്നില്ല. ബാക്കി അരുൺ വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശരത്തെ. നമ്മൾ തമ്മിൽ പെശകരുത്. വളരെ കൃത്യമായ നിരീക്ഷണമാണ്. DYFIയുടെ സംസ്ഥാന നേതാക്കൾ. നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാൻ ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല. കാരണം പിരിച്ചതിന്റെ കണക്ക് പോലും ഇല്ലാത്ത ഒരു സംഘടന. കണക്കില്ലെന്നേ. അല്ല, ഞങ്ങൾക്ക് കണക്കില്ല, ഭൂമിശാസ്ത്രമില്ല. കണക്കുള്ളവരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ കൊടുത്ത വീട് ആർക്കൊക്കെയാണ് കൊടുത്തത്? ബഷീറിന് വീട് കൊടുത്തു, അല്ലെ അഷ്റഫിന് വീട് കൊടുത്തു, അല്ലെ തോമസിന് വീട് കൊടുത്തു? വെറും സാങ്കേതികവാദമാണ്, അതിൽ ഒരു കഴമ്പുമില്ല. അല്ല, നിങ്ങൾക്ക് കോൺഗ്രസിനെയും ഒക്കെ ആക്ഷേപിക്കാം. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ. ആ ഗവൺമെന്റ് എത്ര പേർക്ക് വീട് കൊടുത്തു? ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. 1.5 കൊല്ലമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ പെരുവഴിയിൽ കഴിയുന്നു. അവർക്ക് വീട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഒരുപാട് അവർ പെരുവഴിയിലൊന്നുമല്ല, സർക്കാർ വാടകയ്ക്ക് വീട് എടുത്തു കൊടുത്ത് ആ വാടക വീട്ടിൽ കഴിയുന്നു. വാടക സർക്കാർ കൊടുക്കുന്നു. എന്തൊക്കെയാണ് സേനാപതി പറയുന്നത്? വാടകയ്ക്ക് കൊടുത്തതും നമ്മൾ ഫാക്ച്വൽ എററിൽ പോകരുത്, അതുകൊണ്ട് പറയുന്നതാണ്. അവർക്ക് പ്രതിദിനം അവർക്ക് കൊടുക്കേണ്ട 300 രൂപയെ കുറിച്ച് പ്രതിദിനം 300 രൂപ വെച്ച് വേതനവും കൊടുക്കുന്നുണ്ട്. 1.5 ആയില്ലേ ശരത്തെ? 780 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലുണ്ടല്ലോ. എന്താ ഇത് കൊടുക്കാത്തത്? എന്താ ഇത് കൊടുക്കാനുള്ള താമസം? അവിടെയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ. അല്ല, ഇങ്ങനെയൊക്കെ വസ്തുത മനസ്സിലാക്കാതെ വാദിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ റോങ് നറേറ്റീവിൽ. എന്താണ് ലാൽകുമാർ പറയുന്നത്? നിങ്ങളൊരു റോങ് നറേറ്റീവിൽ വീഴുന്നു. കൃത്യം ഉദാഹരണം താങ്കൾ തന്നെ അവതരിപ്പിച്ചു വെക്കുകയാണ്. എല്ലാ വസ്തുതകളും
ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ശരി. ഒരു ഡോക്ടറുടെ തലക്കിട്ട് താലൂക്ക് ആശുപത്രിയിൽ വെട്ട് കിട്ടിയിട്ട് അവിടെ ചികിത്സയില്ല. പോട്ടെ, താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കൊണ്ടുപോയത് സ്വകാര്യ ആശുപത്രിയില്ല. എന്തേ സർക്കാരിന്റെ ഈ സംവിധാനം നിങ്ങൾ പറയുന്ന മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോയത്? അവിടെ പോയാൽ അവിടെ ചെന്ന് ഡോക്ടർക്കും അറിയാം, ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്കും സഹ ഡോക്ടർമാർക്കും അറിയാം പഞ്ഞി ഉണ്ടാകത്തില്ല. പഞ്ഞി കിട്ടുമ്പോൾ സൂചി ഉണ്ടാകത്തില്ല, സൂചി കിട്ടുമ്പോൾ അനസ്തേഷ്യ ഇല്ല, അനസ്തേഷ്യ വെക്കാൻ ഡോക്ടറെ 11-14 കാര്യമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ആ കാലത്ത് ഇന്ന് ഈ സർക്കാരിനെതിരായി അകാരണമായി അടക്കം ഒരു മാധ്യമ പ്രൊപ്പഗൻഡ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും, ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടാണ്, അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും 2011-16 ഉമ്മൻചാണ്ടി കാലത്തെ സ്കൂളുകളെക്കുറിച്ച്, അതുപോലെ ശുചിമുറികളെക്കുറിച്ച്, അന്നത്തെ ആശുപത്രികളെക്കുറിച്ച്, വരാന്തയിലടക്കം നിലത്ത് കിടക്കുന്ന രോഗികളെ അടക്കം കാട്ടുന്ന സ്റ്റോറികൾ ചെയ്തു, വാർത്താ റിപ്പോർട്ടുകൾ ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ പാട്ടാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തലക്കിട്ട് വെട്ടി കിട്ടിയ സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അരുൺകുമാർ, അതിന് 2 ദിവസം മുമ്പല്ലേ ഒരു പാവപ്പെട്ട കുട്ടി, 9 വയസ്സുള്ള കുട്ടി വലത്തെ കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞ് സർക്കാരിന്റെ ആശുപത്രി പോയി പ്ലാസ്റ്റർ ഇട്ടിട്ട് കൈ മുറിച്ച് കളയല്ലേ വേണ്ട? ഇതൊക്കെ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മൃണാലിനി സാരാഭായി ഗവൺമെന്റിന് കത്തെഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? പിൻവാതിൽ നിയമനം അർഹതപ്പെടാത്ത ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാൻ അറിയാവുന്നവനെ നിങ്ങൾ നിയമിക്കുക. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ നിയമിച്ച വൈസ് ചാൻസലർ ഗവൺമെന്റിന് കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2,80,000 പിൻവാതിൽ നിയമനങ്ങൾ PSCയെയും സർക്കാർ സംവിധാനത്തെയും മുഴുവൻ നോക്കി കുത്തിയാക്കിക്കൊണ്ട് അങ്ങ് ഒരു മിനിറ്റോടെ നിൽക്കുക. അങ്ങ് ലാലിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ 10 വർഷം UDFന്റെ ഗവൺമെന്റ് 10 വർഷം UDF ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് വിഴിഞ്ഞത്ത് തുറമുഖം വന്നത്, കണ്ണൂരിൽ വിമാനത്താവളം വന്നത്, എറണാകുളത്ത് മെട്രോ റെയിൽ വന്നത്, കേരളത്തിലെ 14 ജില്ലകൾ. ഇതൊക്കെ കഴിഞ്ഞ 16 മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷമുള്ള മേന്മകളും അതൊക്കെ നിങ്ങൾക്ക് പറയാം. ആ കാര്യത്തിലൊന്നും അല്ല. ഇപ്പോൾ ശരി, ഞാനൊന്ന് അരുണിലേക്ക് പോകാം. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ബീഹാറിലെ, ഞാൻ മുമ്പ് വീണ്ടും പറയുന്നു, മാധ്യമ ഒരു അല്ലല്ല, ഇത് ഞാൻ പ്രേക്ഷകരുമായിട്ടാണ്, സേനാപതിയായിട്ടല്ല. എന്താ സാർ, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ലെന്ന്, നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഞാൻ കേരളത്തിന്റെ മികവിൽ അഭിമാനിക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞത്. അതേ കയറി സേനാപതി വേണു തൂങ്ങണ്ട, വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് താങ്കളോടല്ല, ഞാൻ പറഞ്ഞത് ഈ ബീഹാറിലെ ആ ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയ ആളുകൾ താരതമ്യം ചെയ്ത് ദൃശ്യങ്ങളുമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ബീഹാറിലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് 11-16 കാലത്തെ കേരളത്തെക്കുറിച്ച് അക്കാലത്തെ മാധ്യമങ്ങൾ ചെയ്ത പല റിപ്പോർട്ടുകളുമായി ചേർത്ത് വെച്ചാലുണ്ട് നല്ല സാമ്യമാണ്, യാതൊരു സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ അരുണിലേക്ക് വരികയാണ്. നമുക്ക് കേരളത്തിലെ ആദിവാസി എന്റെ ഫോണിലുണ്ട്, ഞാൻ വേണേ അയച്ചു തരാം. നമുക്ക് അങ്ങോട്ടൊക്കെ ശരി. ഞാൻ അരുണിലേക്ക്, അരുൺ ഞാൻ ഇതിലൊറ്റ കാര്യം മാത്രം, നല്ല ക്രെഡിബിലിറ്റി ഉള്ള ലീഡർഷിപ്പാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളത്, അതുവഴി UDFനുള്ളത്. ഇതാണ് അദ്ദേഹം വാദിച്ചത് അല്ലെങ്കിൽ വിശദീകരിച്ചത്. അതിന് പറഞ്ഞു വന്നപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വീണ്ടും പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും അരുൺ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ആവർത്തിക്കേണ്ടതില്ലെന്ന് വിചാരിക്കുന്നു. സേനാപതി വേണു പറഞ്ഞതിനുള്ള മറുപടി കൂടി ചേർത്ത് എന്ത് പറയുന്നു? അല്ല, വൻ ക്രെഡിബിലിറ്റി ഉള്ള നേതൃത്വം തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞത്, കോൺഗ്രസ് പ്രവർത്തകനെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്, ആരെങ്കിലും കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുമോ? ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ അധികാരത്തിൽ വരും, കോൺഗ്രസിൽ നിൽക്കുന്ന 4-ൽ 3 പേരും BJP ആയിട്ട് മാറും, BJP കുറേ സീറ്റ് പിടിക്കും, അതുകൊണ്ട് നമ്മളൊന്നും ഈ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പാലോട് രവി, നമുക്കറിയാം തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ക്രെഡിബിലിറ്റി നമുക്കറിയാം. കണ്ണൂരിലെ DCCയുടെ സെക്രട്ടറി പറഞ്ഞ എന്താണെന്നറിയോ? ഈ മനോരമ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഏത് വാർത്ത അച്ചടിച്ച് വന്നാലും ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പത്രസമ്മേളനം നടത്തി 2-3 ദിവസം ഇവിടുത്തെ ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മനോരമ എന്താണോ പറയുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞ കണ്ണൂരിലെ KPCC സെക്രട്ടറി, അത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വയനാട്ടില് നമുക്കറിയാം 5 കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തത്. സ്വന്തം മാനസിക രോഗമുള്ള മകന് വിഷം കൊടുത്തുകൊണ്ട് DCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു, മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പല നേതാക്കന്മാരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അവസാനം അവിടുത്തെ DCC പ്രസിഡന്റും രാജിവെച്ച് പോകേണ്ടി
കൊടുക്കേണ്ടി വന്നു. ക്രെഡിബിലിറ്റി നമുക്ക് ചർച്ച ചെയ്യാം. തൃശ്ശൂർ നിങ്ങളുടെ DCC പ്രസിഡന്റ് എന്താ പറ്റിയേ? 86,609 വോട്ട് BJPക്ക് കൊടുത്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ പേരിൽ അങ്ങ് രാജിവെച്ച് പോകേണ്ടി വന്നു. അങ്ങനെ ഓരോ ജില്ല എടുത്തു നോക്കിയാൽ ക്രെഡിബിലിറ്റി ഇങ്ങനെ കുത്തി മറയുന്നത്, ഇങ്ങനെ തിളച്ച് വീടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അന്ന് അധികം അതിലേക്ക് കടക്കണ്ട. എന്താ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് DYFI പറഞ്ഞു ഞങ്ങൾ 20 വീട് നിർമ്മിക്കും. ആ 20 വീട് നിർമ്മിക്കുമ്പോൾ 1 രൂപ പോലും ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംഭാവന മേടിക്കില്ല. ഞങ്ങൾ തടി ചുവന്നും പാത്രം കഴുകിയും തട്ടുകട നടത്തിയും കൂലിപ്പണിയെടുത്തും ഞങ്ങൾ അതിന് പണം സമ്പാദിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും. ഒരു വീടിന് ഇത്ര ലക്ഷം എന്ന് കണക്ക് കൂട്ടി ഞങ്ങൾ പൈസ കൊടുക്കും എന്ന് പറഞ്ഞു. 20 വീടിന്റെ സ്ഥാനത്ത് 100 വീട് നിർമ്മിക്കാൻ വേണ്ടി 21 കോടിയോളം രൂപ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഗവൺമെന്റ് വീട് പണിയുന്നു. യൂത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ 30 വീട് നിർമ്മിക്കും. അതുപോലെ ഈ പ്രളയ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും കുട്ടികളുടെ പഠനം ഏറ്റെടുക്കും. എന്നിട്ട് കോടികൾ പിരിച്ചു. ഓരോ മണ്ഡലം കമ്മിറ്റിയും പറഞ്ഞു ഞങ്ങൾ 7 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു, 15 ലക്ഷം കൊടുത്തു. അവസാനം കണക്ക് കൂട്ടി പറഞ്ഞു ഞങ്ങൾക്ക് 88 ലക്ഷം കിട്ടിയെന്ന് സമ്മതിച്ചു. ഒരു വീട് നിങ്ങൾ നിർമ്മിച്ചോ? ഒരു വീടിന് ഒരു തുണ്ട് സ്ഥലം വാങ്ങിച്ചോ? ഒരു കല്ലിടുന്ന സാഹചര്യം ഉണ്ടായോ? DYFI അടക്കം കൊടുത്ത പണത്തിന്റെ ഭാഗമായി 525 വീടുകൾ നിർമ്മിച്ച് ഈ മാർച്ച് മാസം പൂർത്തീകരിച്ച് ആ വീട് നഷ്ടപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് കോൺഗ്രസ് ഒറ്റ വീട് നിർമ്മിക്കുവാനോ ഒരു കല്ലിടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുക? ഗവൺമെന്റിന്റെ വീട് തീരുമ്പോഴേക്കും അവിടെ വീടുണ്ടാകും. ആ പണി തീർക്കുന്ന വീട് അവിടെ ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വീടും അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് ആരോഗ്യ മേഖല ഇങ്ങനെ കുറ്റം പറഞ്ഞു പോവുക. മിസ്റ്റർ സേനാപതി വേണു, ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആരോഗ്യ മേഖല ഇങ്ങനെ കുറ്റം പറയുമ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച്. ഓരോ 12 പേരെ എടുത്താലും അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനമാണ് ഈ കേരളം. അതുപോലെ ഓരോ 6 പേരെ എടുത്താലും അതിൽ സൗജന്യ പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ക്ഷേമ പെൻഷൻ കിട്ടുന്നു. നിങ്ങൾ പോകുമ്പോൾ വെറും 600 രൂപ, അത് 32 ലക്ഷം പേർക്ക്. 18 മാസം കുടിശ്ശിക വെച്ചാൽ നിങ്ങൾ തിരിച്ചുപോയേ. ഞങ്ങൾ ആ 18 മാസം കുടിശ്ശിക കൊടുത്തു എന്ന് മാത്രമല്ല 600 രൂപ 1600 രൂപയാക്കി മാറ്റി. അതുപോലെ തന്നെ 32 ലക്ഷം എന്നുള്ളത് 64 ലക്ഷമാക്കി മാറ്റി. ഞങ്ങൾക്കെതിരെ 2 ആരോപണമാണ് എപ്പോഴും വരാറ്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര നേട്ടങ്ങളില്ല. താങ്കൾക്കറിയോ ഈ തവണ കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം താങ്കൾക്കറിയോ? 2620 കുട്ടികൾ. 81 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അപേക്ഷ കൊടുത്തത്. ഈ കുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 61 ലോകരാജ്യങ്ങളിലെ 1859 വിദേശ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കൊടുത്തു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ ചൈന അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ ഈ കേരളത്തിൽ വന്ന് പഠിക്കാൻ തയ്യാറാകുക. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ടു. അതിൽ 20-ൽ 3 ഈ കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ആകെ പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിലെത്തിയ 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു. അതിൽ 21 കോളേജുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കുതിച്ചു മുന്നേറുന്നു. രണ്ടാമത്തെ ഒരു ആരോപണം, ഇവിടെ ഒന്നും വരില്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ പുറകിലാണ്. 2.5 വർഷം മുമ്പ് നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ വർഷം അത് 15ാം സ്ഥാനത്തായി. ഈ വർഷം നമ്മൾ 1ാമതായി. വേൾഡ് ട്രേഡ് സെന്റർ പോലും ഈ കേരളത്തിൽ വന്ന് നിക്ഷേപം ഇറക്കുകയാണ്. ഈ നിക്ഷേപം ഇറക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച മണ്ണ് ഈ കേരളമാണെന്ന് എല്ലാ നിക്ഷേപകരും ഒറ്റ സ്വരത്തിൽ പറയുക. ഒരു വർഷം 1 ലക്ഷം സംരംഭങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു വ്യവസായ മന്ത്രി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്ന് എണ്ണി കാണിച്ചു തരാൻ. എണ്ണി വന്നപ്പോൾ ഒരു വർഷം കൊണ്ട് 1,49,000 സംരംഭങ്ങൾ. നമ്മുടെ നാട് ആകെ മാറിയിരിക്കുന്നു. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ ദാതാക്കളാണ്. 15ഉം 20ഉം പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരായി. അങ്ങനെ ഓരോ മേഖലയെടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് കേരളം പിന്നിൽ നിൽക്കുന്നത്? മാനവവിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും 1ാമതെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ വിലയിരുത്തുന്ന എല്ലാ മേഖലയിലും നമ്മൾ 1ാമതായിരിക്കുക. അപ്പോൾ കുറെ പഴയ കാര്യങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ ആരോപണവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനത ഇതെല്ലാം വളരെ പ്രബുദ്ധതയോടെ നോക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്ക് എതിരെയാണ് എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയും റിസൾട്ട്. LDF ആണ് കേരളം ഭരിക്കുന്നെങ്കിൽ UDF ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. UDF ആണ് കേരളം ഭരിക്കുന്നെങ്കിൽ LDF ആയിരിക്കും വിജയിക്കുക. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2020 ഡിസംബറിൽ നടക്കുമ്പോൾ 6 കോർപ്പറേഷനിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF, 946 ഗ്രാമപഞ്ചായത്തിൽ 601 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം. ആദ്യമായി LDF ഭരിക്കുമ്പോൾ
5 തലത്തിലേക്കും LDF തന്നെ വിജയിച്ച് ചരിത്രം പക്ഷേ സൃഷ്ടിച്ച അരുൺ സാഹചര്യം അരുൺ ഉണ്ടായി. നോക്കൂ, അതുപോലെ നിയമസഭാ സേനാപതി തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയാം. അതെ സേനാപതി പക്ഷേ ആ ലീഡർഷിപ്പിന്റെ അവരുടെ ലീഡർഷിപ്പിന്റെ ക്രെഡിബിലിറ്റിക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് നിലമ്പൂരാണ്. നിങ്ങൾ ഈ പറഞ്ഞ 2020 കണക്കുകൾക്കൊക്കെ ശേഷം അല്പം മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലടക്കം നിരന്തര ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു ആത്മവിശ്വാസമാണ് അവരുടെ ക്രെഡിബിലിറ്റിക്ക് ആധാരം. കേട്ടില്ലേ മുമ്പേ പറഞ്ഞത്? LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ വോട്ടിൽ ഒരു കുറവും പറ്റിയിട്ടില്ല. ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക. വോട്ടിംഗ് ശതമാനം എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി മറ്റേ നേരത്തെ MLA ആയിരുന്നയാൾ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യം ഒക്കെ എടുത്ത് പരിശോധിക്കുക. LDF-നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പായാലും ഓരോ വോട്ടിംഗ് ബലത്തിലും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഒരു സീറ്റിലുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ വെച്ചിട്ടല്ലല്ലോ ഇത് വിലയിരുത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്? ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ശരത്തെ, ഇവിടെ പെൻഷൻ 1600 നിന്ന് വർദ്ധിപ്പിക്കാൻ പോകുന്നു, 1800 ആകുന്നു എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത പ്രക്ഷേപണം ചെയ്തു. ആ വാർത്ത വന്നപ്പോൾ ബഹുമാനപ്പെട്ട KPCCയുടെ UDF-ന്റെ കൺവീനറെ ഫോണിൽ വിളിച്ചിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, പെൻഷൻ 1600 നിന്ന് 1800 ആകാൻ പോകുന്നു, താങ്കളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായം താങ്കൾ കേട്ടോ? പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് ഈ പെൻഷൻ കൂട്ടുന്നത് തോന്നിവാസമല്ലേ, ശുദ്ധ വിവരക്കേട്, വൃത്തികേട് എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. ഈ പട്ടിണി പാവങ്ങൾക്ക് ഒരു 200 രൂപ കൂടുതൽ കിട്ടുമെങ്കിൽ അത് നല്ല കാര്യം എന്നല്ലേ പറയേണ്ടത്? ഒരു UDF-ന്റെ കൺവീനർ പറഞ്ഞ വാചകമാണ് നമ്മൾ കണ്ടത്. അതായത് കേരളത്തിൽ ഒന്നും വരരുത്, കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാകരുത്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു വരുമാനവും കിട്ടരുത്, കേന്ദ്രത്തിന്റെ വിഹിതം ഒന്നും വേണ്ട. നമ്മൾ കണ്ടതല്ലേ ഈ പ്രളയത്തിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്തൊക്കെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാതെ വരുമ്പോൾ ഗവർണറെ ഉപയോഗിച്ച് പച്ചയായ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഇവരാരുടെ കൂടിയാ നിന്നേ? ഈ ഗവർണർക്ക് 5 കൊല്ലം കൂടി വീണ്ടും മാരി മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ട്, 5 വർഷം കൂടി നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നമ്മൾ ഡൽഹിയിൽ പോയി സമരം നടത്തി, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. ഈ കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എത്ര എണ്ണമറ്റ ഇടപെടലാണ് നടത്തിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉജ്ജ്വലമായിട്ടുള്ള ജാഥ സംഘടിപ്പിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ഓരോ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഗുണം കേരളത്തിന് കിട്ടാതെ അന്യാധീനമായിട്ടുള്ള നിബന്ധനകൾ വെച്ച് നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ ഇവരാരുടെ കൂടിയാ നിന്നേ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നിട്ടോ ഇവിടെ ചെറിയ ലൊട്ടുടൊക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ ജനവികാരം. ജനങ്ങൾ LDF-നോടൊപ്പമാണ്, ജനങ്ങൾ CPM-നോടൊപ്പമാണ്, ജനങ്ങൾ പിണറായി വിജയനോടൊപ്പമാണ്. നമുക്കറിയാം ഇവിടെ മുഖ്യധാരയിൽ ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന പലരും, അത് സാമുദായിക സംഘടനകൾ അടക്കം ഒറ്റ ശബ്ദത്തിൽ പറയുന്നു LDF ആണ് ശരി, പിണറായി വിജയനാണ് ശരി, ഞങ്ങൾ ഈ പിണറായി വിജയന്റെ പിന്നിൽ അണിനിരക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ വിഭാഗം ആളുകളും ഞങ്ങളെ എതിർത്തവർ ഞങ്ങളോടൊപ്പം കൂടുമ്പോൾ ഞങ്ങൾ കൃത്യമായി ശരിയുടെ പാതയിൽ തന്നെയാണ്. എവിടെയെങ്കിലും കുറവുണ്ടോ അത് ഞങ്ങൾ പരിഹരിക്കും. ഏതെങ്കിലും പ്രകടന പത്രികയിൽ പൂർത്തിയാക്കാത്ത കാര്യങ്ങളുണ്ടോ അത് പൂർത്തീകരിക്കും. അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ മുന്നിൽ നിന്ന് നയിക്കും. നിങ്ങൾ കോൺഗ്രസ് ഈ നുണപ്രചരണത്തിന്റെ പുറകെ പൊക്കോ, ഒരു കുഴപ്പമില്ല. കുറെ മാധ്യമങ്ങൾ മാത്രം നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കും. പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇവിടെ ലാൽകുമാർ നേരത്തെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചും കേരളത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ വളരെ അല്പദീർഘമായി തന്നെ ലാൽ സംസാരിച്ചു. പക്ഷേ എങ്ങനെയാണോ ആരോഗ്യരംഗത്തെ വിലയിരുത്തേണ്ടത്, എങ്ങനെയാവരുത് വിലയിരുത്തൽ എന്ന് പറഞ്ഞ അതേ ട്രാക്കിലാണോ സേനാപതി വേണു ആരോഗ്യരംഗത്തെക്കുറിച്ച് പരാമർശിച്ചത്? ദീർഘിപ്പിക്കാതെ താങ്കളുടെ ഒരു അനുഭവം അതേക്കുറിച്ച് എന്തു പറയും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ പറയാൻ നിരവധിയാണ്. അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമീപകാലത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ നോക്കിയാൽ അറിയാം, എല്ലായിടങ്ങളിലും ഒരു ബദൽ എങ്ങനെയാണ് പദ്ധതികൾ കൊണ്ടുവരേണ്ടത്, അത് കേരളത്തിന് അനുഗുണമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് തുടർഭരണത്തിലൂടെ മാത്രം സാധ്യമായ കേരളത്തിന് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു പുത്തൻ അനുഭവമാണ് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം നിരന്തരം സംസാരിച്ചു വരും നമ്മൾ കാണുകയാണ്. ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ അനൈക്യം എന്നുള്ളത് പരിഹരിക്കാൻ വളരെ കാര്യമായ പരിപാടികൾ ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ കേട്ട് പുനഃസംഘടന കുറെ കൂടി കോംപ്രിഹെൻസീവായി കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിന് നടത്താൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടെ എനിക്കൊന്ന് മറുപടി വേണ്ടത് 2-3 വിഷയങ്ങളാണ്. ഞാൻ ഓരോന്നായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. മെൻഷൻ ചെയ്തു പോകും. ഒന്ന്, ഇവിടെ വന്നൊരു വിഷയം പെട്ടെന്ന് പറഞ്ഞുതരാം. DYFIയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. DYFI പിരിച്ച പണം കൊടുത്തു. ഇപ്പോൾ വീടുണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആരോപണം. കൊടുക്കാമെന്ന് പറഞ്ഞത് അതേ സാധനം നടന്നില്ല. പൈസ കൊടുത്തെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? പൈസ കൊടുത്തു, നിങ്ങൾ പിരിച്ച പൈസ എവിടെയെന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നു. അപ്പോൾ പണം പിരിക്കുകയും പണം പിരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തിലേക്ക് കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. താങ്കൾ അത് അക്നോളജ് ചെയ്യുന്നൊരു കാര്യമാണ്. 2, ഇവിടെ വന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പെർഫോമൻസിൻ്റെ വിലയിരുത്തൽ.
നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് വെച്ച് പെർഫോമൻസ് വിലയിരുത്താൻ പറ്റില്ല എന്ന് ഞാൻ കുറേ കാലങ്ങളായി പറയുന്നുണ്ട്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം കഴിഞ്ഞ CPM അധികാരത്തിന് 2021 CPM അധികാരത്തിന് വരുന്നതിന് മുമ്പ് നടന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നടന്ന ഏറ്റവും അവസാനം നടന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അരൂർ ഇലക്ഷനാണ്. അരൂർ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞെന്താ, ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല കാര്യങ്ങളെന്ന് വ്യക്തമായി അന്ന് ഞാൻ പറഞ്ഞതാണ്. സംഭവം എന്തായി അവസാനം? അരൂർ ഉൾപ്പെടെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ തോറ്റില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ബൈ ഇലക്ഷനെ വെച്ചിട്ടുള്ള വിലയിരുത്തൽ അതൊരു ഫൂളിഷ് കാൽക്കുലേഷൻ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ലെറ്റ് ഹിസ് വിസ്ഡം പ്രിവെയിൽ, അത് ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല, ബാക്കി അവിടെ ഞാൻ നിർത്തി. പിന്നെ അടുത്ത് ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേറൊരിടത്ത് കൊണ്ടുപോയില്ലേ? നോക്കൂ, എനിക്കൊരു അപകടം സംഭവിക്കുന്നു. ആ അപകടത്തിൽ ഞാൻ കോൺഷ്യസ് ആണെങ്കിൽ എൻ്റെ ഒരു പ്രിഫറൻസ് ഉണ്ടല്ലോ, ഞാൻ എവിടെ ചികിത്സിക്കണമെന്ന് എനിക്കൊരു പ്രിഫറൻസ് ഉണ്ട്. ആ പ്രിഫറൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? അത് അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ അത്? ഫ്രം വേർ ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്, അത് റെസ്പെക്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റ്? നോക്കൂ, നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടറുണ്ട്, ഗവൺമെൻറ് സെക്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടർ, നമ്മൾ ഗവൺമെൻറ് സെക്ടറിന് എല്ലാം തികഞ്ഞ ഒരു സെക്ടറാണെന്ന് നമ്മൾ പറയുന്നില്ല. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലും മെച്ചപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. എന്നാൽ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്നു എന്ന് ആരും പറയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. ന്യൂനതകളുണ്ട്, അതുകൊണ്ടാണ് ന്യൂനത ഉള്ളപ്പം ഓടിപ്പോവുകയും അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അത് പരിഹരിക്കും എന്ന് പറയാൻ എന്താ? മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ പ്രശ്നമുണ്ട് അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ സീറ്റില്ലാതെ അല്ലെങ്കിൽ ബെഡില്ലാതെ കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണല്ലോ. ഇത് അനുഭവത്തിൽ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി അറിയാം എന്താണ് ഈ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയാം. ആ പറയുന്ന ടാഞ്ചിബിളായിട്ട് ഉള്ള ഒരു വിഷയത്തിനെ നിങ്ങൾ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലീഡർഷിപ്പ് സ്പ്ലിറ്റാണ്. നിങ്ങൾക്ക് ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് ബഹളം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക്. അത് ഫോക്കസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അതാണ് താങ്കൾ പറഞ്ഞത്. ഇവിടുന്ന് നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുന്നുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെ ഇവിടുന്ന് 3-4 പേരെ വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ സംഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ പറയും ഞങ്ങൾ പരിഹരിക്കും. ഇതേ പ്രശ്നത്തിൽ ഇവർ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റൂടെ കടന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവസാനം എന്താ നടന്നത് നമ്മൾ കണ്ടാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ LDFൻ്റെ ഭാഗത്ത് ഉള്ള വീക്ക്നെസ് പിടിച്ചിട്ട് നിങ്ങൾ ജയിക്കാനിരിക്കുകയാണെങ്കിൽ നടക്കില്ല ഈ കാലത്ത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് വീക്ക്നെസ് ഇല്ലാത്ത ആൾക്കാരല്ല. പക്ഷേ അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എങ്കിൽ അതിന് നിങ്ങൾ വെള്ളം വാങ്ങി വെക്കുക മാത്രമേ നടക്കത്തുള്ളൂ. കാര്യം ആൾക്കാർക്ക് വേണ്ടത് എന്ത് പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയുന്നു, എന്ത് പോസിറ്റീവ് കാര്യം നിങ്ങൾ ചെയ്യുന്നു, എന്ത് നെഗറ്റീവ് നിങ്ങൾക്കുണ്ട്, ആ നെഗറ്റീവിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അവസരം ഉപയോഗിച്ച് ഇതിനെ ഡിസ്കാർഡ് ചെയ്യാനും അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജനം നോക്കുന്നത്. കാര്യം ഒരു പോസിറ്റീവ് ലൈനിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പുറത്തിരിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് അതിന് വില കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. ശ്രീ സേനാപതി വേണു, ഞാൻ ഒരു കാര്യം താങ്കൾ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലത്ത് തന്നെ കിഫ്ബി എന്ന സംവിധാനത്തിലൂടെ നമ്മുടെ നാടിന് ആവശ്യമായ ഭാവി കാലത്തേക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവും സംഘവും ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇതൊക്കെ തോമസ് ഐസക്കിൻ്റെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞു പരിഹസിച്ചു. മുന്നോട്ട് പോയപ്പോൾ ഇതിനൊക്കെ ആര് പണം മുടക്കും, അവസാനം ബാങ്കുകളടക്കം നമ്മുടെ നല്ല പ്രോജക്റ്റുകൾക്ക് പണം നൽകാൻ കഴിയുമ്പോൾ ഇതെങ്ങനെ തിരിച്ചടയ്ക്കാൻ, ഇങ്ങനെ പറഞ്ഞുപോയി. പക്ഷേ ഇപ്പോഴെവിടെയാണ്? നോക്കൂ, കിഫ്ബി കേരളത്തിൽ വന്നിട്ട് 25 വർഷമായി. നവംബർ 4 അതിൻ്റെ 25ാം വാർഷിക ആഘോഷമാണ്. പക്ഷേ 2016 മുതലാണ് കിഫ്ബിയെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. ഈ 16 മുതൽ 25 വരെ 90,562 കോടിയുടെ, അതായത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞത്, ആ പദ്ധതിയിലൂടെ കിഫ്ബിയിലൂടെ 90,562 കോടിയുടെ 1,190 പദ്ധതികളാണ് ഈ കേരളത്തിൽ ഈ 10 വർഷക്കാലം കൊണ്ട് നടന്നത്. തുടർഭരണം 2016 ദേശീയപാത NH66 ഏറ്റെടുക്കുന്നു, വികസനത്തിലേക്ക് പോകുന്നു. 2025-26 ആകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുന്നു. ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 5,581 കോടി രൂപ അതിനുവേണ്ടി മുടക്കി വസ്തു ഏറ്റെടുത്ത്, നല്ല വില കൊടുത്ത് ഏറ്റെടുത്ത് NHAIക്ക് കൈമാറുന്നു. റോഡ് പണിയൂ.
ഇതാണ് ചെയ്തത്. ഒരു തുടർഭരണം എന്നതിൻ്റെ റിസൾട്ട് എന്താണ്? കിഫ്ബിയുടെ റോളും എഫക്റ്റും എത്രമാത്രമാണ്? അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നേരത്തെ ലാലി പറഞ്ഞ പോലെ LDFിൻ്റെ ദൗർബല്യങ്ങളിൽ പിടിച്ചങ്ങ് ജയിച്ച് കളയാം, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഒരു ഭരണം കിട്ടും എന്ന നിലയിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ പാടുപെടും എന്നുള്ളതാണ് ആ നിരീക്ഷണം. അല്ല, ലാലിൻ്റെതായ രാഷ്ട്രീയ വീക്ഷണങ്ങളൊക്കെ പറയാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അരുണ് ചോദിക്കുന്നു, പുഷ്പനെ അറിയാവോന്ന് ചോദിച്ചാൽ പങ്കജാക്ഷനെ അറിയുമോ? അരുണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പാർട്ടി ഓഫീസിൽ ഈയിടെ തൂങ്ങി മരിച്ച പങ്കജാക്ഷൻ അങ്ങയുടെ നാട്ടുകാരനാണല്ലോ. പങ്കജാക്ഷൻ തൂങ്ങി മരിച്ചത് പ്രണയനൈരാശ്യം കാരണമൊന്നും ആണെന്നല്ലല്ലോ പുറത്തു വന്നിരിക്കുന്നത്. തൊടുപുഴയിൽ പാർട്ടി ഓഫീസ് പണിയാനായിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പണയം വെച്ച ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വസ്തുവിന്റെ ലോൺ എടുത്തു കൊടുക്കാത്തതിന്റെ പരാതി ഇപ്പോഴും CPMന്റെ AKG സെൻട്രലിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പഴയ കാലമല്ല, ഇതെല്ലാം വർത്തമാന കാലത്തെ പുതിയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസം നേടാനായിട്ട് കേരളത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞവന് മലയാളം എഴുതാൻ അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വാക്കുകളാണ്. ഇതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം, അതായത് ചോദ്യപേപ്പർ ചോരാത്ത ഒരു പരീക്ഷ ഇപ്പൊ കേരളത്തിൽ വാർത്തയായിരിക്കാം. പണ്ട് ചോദ്യപേപ്പർ ചോരുന്നു എന്നുള്ളതാണ് വാർത്തയെങ്കിൽ ഇപ്പോൾ ചോദ്യപേപ്പർ ചോരാത്ത ഒരു പരീക്ഷ കേരളത്തിൽ നടന്നാൽ അത് വാർത്തയായി എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, കിഫ്ബിയുടെ കാര്യത്തിലേക്ക്, അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ എന്താ കിഫ്ബിയെ ഞങ്ങൾ അന്നും ഇന്നും എതിർക്കാനുള്ള കാരണം? അത് ബജറ്റിന് പുറത്തുള്ള ധനസമാഹരണമാണ്. അത് സംസ്ഥാനത്തിന്റെ കടബാധ്യതയെ വല്ലാതെ വർദ്ധിപ്പിച്ചു. 4,60,000 കോടി എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് 6 ലക്ഷം കോടിയിൽ സംസ്ഥാനത്തിന്റെ കടബാധ്യത എത്തിയിരിക്കുകയാണ്. ട്രഷറിയിൽ നിന്ന് 5 ലക്ഷത്തിന് മുകളിലേക്കുള്ള കരാറുകാരന്റെ ബില്ല് പോലും മാറാത്ത അവസ്ഥ. അംഗൻവാടിയിൽ മുട്ടയും പാലും മേടിക്കാൻ പിള്ളേർക്ക് പണം അപകടകരമായ അവസ്ഥയിലല്ല. CNDG തന്നെ പറഞ്ഞു കേരളത്തിന്റെ കടം എന്നുള്ളത് അപകടകരമായ നിലയിലല്ല, വരുമാനം സാധ്യമാകുന്ന നിലയിലുള്ള കടമെടുപ്പും കാര്യങ്ങളുമാണ്. CNDG പറഞ്ഞാണ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഡിബഞ്ചർ ഇതിനെ എന്താ പറഞ്ഞ മണിയടിച്ച് ആ ഡിബഞ്ചറിനെ ഇഷ്യൂ ഡിബഞ്ചർ ആക്കി മാറ്റുമ്പോൾ അതിന്റെ പലിശ എത്രയെന്ന് അറിയോ? 9%. എത്ര? ലോകത്തിൽ ഏത് ഡോളറാണോ? ഡോളർ ടൈമിലാണോ? അല്ല, ഡോളർ ടൈമിലല്ല, അതിന്റെ അന്താരാഷ്ട്ര കറൻസി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോയാൽ കറൻസിയുടെ വാല്യൂ എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്താണ്? അത് നിരന്തരം ഇടിഞ്ഞുകൊണ്ടിരിക്കും. 9% ഇന്ത്യൻ കറൻസി റേറ്റ് അത് തിരിച്ചു അടച്ചു. അത് കുടിശ്ശികയല്ല, തിരിച്ചടച്ചു. സേനാപതി 1 രൂപ അടയ്ക്കാനില്ല. അല്ല, കേൾക്കുന്നേ, ഞാൻ പറയുന്ന കേക്ക്. 9% പലിശയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ 6%, 7% ന്യൂ ജനറേഷൻ ബാങ്കിൽ ഇട്ടതിന് ശേഷം കിഫ്ബി പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ, ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് പലിശ കൊടുക്കുന്നത് ഞാൻ 3%. ഫ്രഞ്ച് കമ്പനിക്ക് കൊച്ചിൻ മെട്രോയുടെ ഒരു കാര്യമില്ലാത്തതാണ്, ഒരുപാട് പറഞ്ഞതാണ്. റിസൾട്ട് ഇവിടെ വേറെ വന്നുകൊണ്ടിരിക്കുകയാണ് സേനാപതി. ഇത് 10 വർഷമായി നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ്സ് ആണ്, ആവർത്തനമാണ്. പക്ഷെ ഇവിടെ റിസൾട്ട് വരികയാണ്. 90,000 കോടിയുടെ പദ്ധതികൾ അത് ഈ നാട്ടിൽ കാണുകയല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഒരു അഴിമതിയില്ല. 2016 മുമ്പുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പദ്ധതികളല്ലേ? ഏതായാലും കേരളം 2016 ഉണ്ടായത്, അതിനുശേഷമല്ലോ കേരളത്തിൽ വികസന പദ്ധതികൾ ഉണ്ടായത്. 2016 മുമ്പ് കേരളത്തിൽ ഭരിച്ചിട്ടുള്ള മുഴുവൻ ഗവൺമെന്റുകളുടെയും കാലഘട്ടത്തിൽ പദ്ധതികൾ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നിലപെടുകയാണ് സമയം. കിഫ്ബി ഇപ്പൊ സംസ്ഥാനത്തിനും കേരളത്തിന്റെ ഖജനാവിനും ഒരു അരുൺകുമാർ ഒരു ഒറ്റ വാക്ക്, സുധാകരൻ പറഞ്ഞതുപോലെ നമ്പർ 1, ബഹുമാനായ മുൻ മന്ത്രി സുധാകരൻ സാർ പറഞ്ഞതുപോലെ നമ്പർ 1 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കിഫ്ബി മാത്രം നമ്പർ 1 എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ എപ്പോഴും നുണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഒന്ന്, കേരളം കടത്തിന്റെ കാര്യത്തിൽ ഒന്നാമതാണ്. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കടമെടുത്ത് നോക്കിയാൽ ഏറ്റവും കടമുള്ള 15 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. കേരളത്തിന്റെ കടത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്, പക്ഷെ വരുമാനം 3 ഇരട്ടിയായി മാറി. കടം ഒരരട്ടി കൂടിയെങ്കിൽ വരുമാനവും സമ്പത്തും 3 ഇരട്ടി മാറി. ഏത് കടത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. 2, ഇവിടുത്തെ കുട്ടികൾ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു. ഈ രാജ്യത്ത് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന സൗകര്യം അതിന്റെ ശതമാനം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഈ കേരളമില്ല. ഈ 2 നുണയുമാണ് കോൺഗ്രസിന്റെ പ്രതിനിധികളും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും നിരന്തരം എടുത്ത് പ്രചരിപ്പിക്കുന്നത്. കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ സ്കൂളും അതുപോലെ ആശുപത്രികളും എല്ലാം വികസിപ്പിച്ച UDFന്റെ MLA മാരുടെ കണക്കൊന്ന് ചോദിക്കുക.
കിഫ്ബിയാണ് ഈ നാടിൻ്റെ ഐശ്വര്യമെന്ന് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും MLA-മാർ അവരവരുടെ മണ്ഡലത്തിൽ ഫ്ലക്സ് വെച്ച് കൃത്യമായി കിഫ്ബിക്കെതിരെ സമരം നടത്തും. പക്ഷെ പദ്ധതികൾ കൊണ്ടുവന്ന് അവരുടെ തല വെട്ടിവെച്ച് വലിയ പോസ്റ്റ് അടിച്ച് ഫ്ലക്സ് അടിച്ച് വയ്ക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തോടെ സംസാരിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ നേട്ടം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് 15 കൊല്ലത്തെ ആ നോട്ട് എടുത്ത് വരല്ലേ, ഒരു 10 കൊല്ലം മുമ്പുള്ള നോട്ടും CD എടുത്ത് വരരുത്. മറിച്ച് ഇപ്പോഴത്തെ കുട്ടികളും പൊതുവിദ്യാലയമൊക്കെ ഒന്ന് കാണുക. നമ്മളൊക്കെ പൊതുവിദ്യാലയത്തിൽ പോകുന്നതും നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ PTA യോഗത്തിന് പോകുന്നൊക്കെയാണ്. കൃത്യമായി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിമർശിക്കാൻ വാ. വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കാം. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിത്തിരിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് ചെറുക്കും. അങ്ങനെ ചെറുക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനവും ജനങ്ങളുമാണ് ഈ കേരളത്തിലുള്ളത്. കേരളം നമ്പർ 1 തന്നെയാണ്, എല്ലാ രംഗത്തും ഒന്നാമത് തന്നെയാണ്. ശരി, നേരത്തെ ലാല് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒന്ന് കൈ ഉയർത്തിയായിരുന്നു, എന്തോ ഒന്ന് കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യാനായി, അതുകൂടി ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യമുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയെ റദ്ദ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ശരത്തേട്ടൻ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സഭാ TV ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ജെയിംസ് മാത്യുവിനോട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമുക്ക് കിഫ്ബി തുടർന്നേ പറ്റൂന്നാ. അത് ഇപ്പം കോൺഗ്രസിൻ്റെ വക്താവ് സേനാപതി വേണു പറഞ്ഞ പൊസിഷനല്ല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ. അന്ന് തന്നെ അത് മാറി. പിന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് തിരിച്ചു പിടിച്ചെന്നേ ഉള്ളായിരിക്കും. പോട്ടെ. ഓക്കെ, ഏതായാലും ജനം ഇതെല്ലാം കാണുകയാണ്. എങ്ങനെ ഒരു നാട് മാറുന്നു, എങ്ങനെ ഒരു ഭരണം മുന്നോട്ട് പോകുന്നു, എന്ത് റിസൾട്ടാണ് ഉണ്ടാകുന്നത്, ഇത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി രാജ്യഭരണത്തിൻ്റെ ഒരു പൊതു അവസ്ഥയുമായി ബന്ധപ്പെടുത്തിയൊക്കെ കേരളത്തെ വിശകലനം ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോഴാണ് കേരളത്തിൻ്റെ മികവ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. കേവല രാഷ്ട്രീയം കൊണ്ടും വിവാദം കൊണ്ടും ഈ താരതമ്യത്തെ ഏതെങ്കിലും തരത്തിൽ ആ താരതമ്യത്തിൽ ഒരു വലിയ മേധാവിത്വം നേടാം, ആധിപത്യം നേടാം എന്ന് വിചാരിച്ചാൽ കേവല രാഷ്ട്രീയവും വിവാദവും അത് മാർക്ക് തരില്ല എന്നതുകൂടി കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളിലേക്ക്, വളരെ ഗൗരവമുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പല വിഷയങ്ങളിലേക്കും താരതമ്യങ്ങളിലേക്കും ഒക്കെ ഈ ചർച്ച പോയി എന്നാണ് പൊതുവിൽ ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്.